നല്ല ഐറ്റം. അടിപൊളി സ്ട്രക്ചർ ആണല്ലോ മോനെ. എത്രയാ മോനെ നിന്റെ റേറ്റ്? ഇച്ചിരി കോസ്റ്റ്ലി ആണ്. അതൊന്നും സാരല്ല. എത്രയാ? ഒരു ലക്ഷമൊക്കെയാണെങ്കിൽ ഓക്കെ. ഒരു 1 വീക്ക് ഫ്രീ ആണോ? നോക്കാം. ശരി. ഹായ് ഗായ്സ്, വി ആർ ബാക്ക്. അപ്പം ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കണ്ടന്റ്, അതായത് നിങ്ങൾ കണ്ടു കാണും മിക്കവാറും യൂട്യൂബിലൊക്കെ ഈ അടുത്തായിട്ട് ഇന്നലെ ഒരു നമ്മുടെ പോർട്രൈറ്റ്സ് ബൈ ഗദ്ദാഫി എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഒരു വീഡിയോ വന്നിരുന്നു. വേറൊന്നുമല്ല, മെയിൽ പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വീഡിയോയിൽ കൊണ്ടുവന്ന് പുള്ളിയുടെ ലൈഫിലെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നൊരു വീഡിയോ കണ്ടിരുന്നു. ഇപ്പോൾ അത് ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുക. എല്ലാവരും അതിനെക്കുറിച്ച് റിയാക്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആണ്. അതായത് അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളതെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ നിനക്കെന്താ തോന്നിയത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് തന്നെ നമ്മൾ തായ്ലൻഡിൽ പോയപ്പോൾ ബോയ് സ്ട്രീറ്റ് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരും കേട്ടോ. അപ്പം ആ ഒരു സ്ട്രീറ്റ് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായത്. അപ്പം അന്നൊരു ഇങ്ങനൊരു സാധനം ഉണ്ടോ അങ്ങനെയായിരുന്നു. അല്ല, ഇതിനു മുമ്പ് നീ ഇങ്ങനെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ്. അപ്പം എന്നെ പോലെ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം കണ്ടപ്പം ഞാൻ അവിടെ പോയി മറ്റേ ബോയ് സ്ട്രീറ്റിൽ പോയി കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ്സ് നോട്ട് നെഗറ്റീവ്, അല്ലെങ്കിൽ ഒരു ബാഡായിട്ടോ. അവനവൻ്റെ ഇഷ്ടമാണ് എന്ത് പ്രൊഫഷൻ സെലക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനത്തെ ആൾക്കാരെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്കതിനെക്കുറിച്ച് അതിലേക്ക് കുട്ടികളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇങ്ങനൊരു ഫീൽഡിൽ ഇങ്ങനെ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു. അവർ പോൺ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തപ്പോൾ അത് തെറ്റായൊരു തീരുമാനമായിട്ടാണ് നിനക്ക് തോന്നുന്നത്, അതോ ശരിയായിട്ട് തീരുമാനമാണോ, അതോ അത് അവരുടെ ഇഷ്ടമാണോ? എന്താണ് നിന്റെ അഭിപ്രായം? അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പ്രോസ്റ്റിറ്റ്യൂഷൻ ശരിയാണോ തെറ്റാണോ? നിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നീ എന്താ പറയുന്നത്? പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് ശരിയാണോ തെറ്റാണോ? എനിക്കിപ്പോ അത് താല്പര്യമില്ല, മറ്റുള്ളവർക്ക് ചിലപ്പോൾ താല്പര്യമുണ്ട്. അല്ല, നിന്റെ അല്ല ചോദിക്കുന്നത്. ഓക്കെ, നിനക്ക് താല്പര്യമില്ല, അത് നിന്റെ വ്യക്തിപരമായ ശരിയാണെന്ന് തന്നെയാണ് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തായ്ലൻഡ് പോലെയുള്ളിടത്തൊക്കെ നമ്മൾ പോകുമ്പം നമുക്കറിയാം വഴി സൈഡ് മുഴുവൻ ആൾക്കാരും നിന്ന് ഇതാക്കുവാണ്. അപ്പൊ ഇവിടെന്ന് പറഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം ഭയങ്കര കൂടുതലാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കുറെ റേപ്പും റേപ്പ് അറ്റംപ്റ്റും അതും ഇതും ഒക്കെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അത് ഒരു തെറ്റായ കാര്യമല്ല എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഇത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയാം. അതായത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു. ഇപ്പം പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവർ അത് പല രീതിയുണ്ട്. ചിലവർ സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നവരുണ്ട്. വേറെ ആൾക്കാർ സാഹചര്യങ്ങൾ കൊണ്ട് ആ ഇൻഡസ്ട്രിയിൽ പോയിപ്പെടുന്നവരുണ്ട്. നമുക്ക് ഈ ബോംബെ റെഡ് സ്ട്രീറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പറയാം. അതായത് അവിടെയൊക്കെ പണ്ട് പോയി പെട്ടവർ, അവരുടെ മക്കളും പിന്നെ വരുന്ന തലമുറകളെല്ലാം ജനറേഷനെല്ലാം ഇതിനായി പോവുക. കാരണം അവർക്ക് വേറെ മാർഗ്ഗമില്ല. അവിടുന്നത് ഇപ്പോൾ നമ്മൾ ഗംഗൂബായി പോലെ സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടപ്പം കുറച്ച് അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, അതിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ സാഹചര്യങ്ങൾ മൂലം അതിൽ തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാതെ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചിലവർ ഇഷ്ടം മൂലം പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നൊരു വ്യക്തിപരമായ താല്പര്യം, അത് ഇപ്പം എല്ലാ ജോലിക്കും അതിൻ്റേതായ ഇതുണ്ടെന്ന് ചിലവർ പറയും. ചിലവർ പറയും അത് തന്നെ തെറ്റാണ്. ഞാൻ എല്ലാവരോടും പറയാം, അതായത് എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യത ഉണ്ടെന്ന് ചിലവർ. അവിടെ തന്നെ ഒരു വിവേചനമുണ്ട്, അതിൻ്റേതായ മാന്യത. എല്ലാ ജോലിക്കും മാന്യതയുണ്ട്. അങ്ങനെ പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ അത് ഞാൻ പറഞ്ഞ പോലെ സ്വന്തം ഇഷ്ടപ്രകാരം. ഇപ്പം ഒരാൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട്, എനിക്ക് യാതൊരു തെറ്റോ അല്ലെങ്കിൽ എനിക്കത് തെറ്റായിട്ടൊന്നും ഇല്ല. അവർക്ക് ജീവിക്കാനുള്ള വേറൊരു മാർഗ്ഗം ഇല്ലാത്തതായിരിക്കും ചിലപ്പം അവരത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഏതൊരു പ്രവൃത്തിയാണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുണ്ടെന്ന് ഓർക്കുന്ന ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അത് അവരുടെ ഇഷ്ടം. പിന്നെ രണ്ടാമത്തെ കരികൾ പറഞ്ഞാൽ, അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം നമുക്ക് കൂടുതൽ പറയുന്നത് നമ്മുടെ നാടാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ളവർ കുറേ പേരുണ്ട്. അതായത് ലൈംഗിക ദാരിദ്ര്യമുള്ളവർ ഇഷ്ടം പോലെ പേരുണ്ട്. ഇങ്ങനെയുള്ളവർക്കായിരിക്കും ഈ കൂടുതൽ ഇവിടെ റേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ഇങ്ങനെയുള്ളവരുകൊണ്ടായിരിക്കും. ചിലവർ ഇതല്ല, ചിലവർക്ക് വേറെ മോട്ടീവ്, സൈക്കോസ്, അങ്ങനത്തെ പല മോട്ടീവുണ്ട്. എന്നാൽ പോലും ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു ഘടകം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഇങ്ങനത്തെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻറ്റർ അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോയി അവർക്കത് സമാധാനം അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റല്ല. അങ്ങനെ അല്ലെങ്കിൽ ഒരു ലൈംഗിക ദാരിദ്ര്യം കുറയും. അതൊരു പ്രശ്നമല്ല. ഇപ്പം അങ്ങനെ നടത്തുന്നവർക്കും പ്രശ്നമില്ല, പോകുന്നവർക്കും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമല്ല.
ആഫ്റ്റർ ഓൾ ആർക്കൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് ഇങ്ങനത്തെ ലൈംഗിക ദാരിദ്ര്യമുള്ളവരൊക്കെ അങ്ങനത്തെ പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്ററിൽ പോയിക്കോട്ടെ, അവരുടെ പ്രശ്നങ്ങളും എല്ലാം അവർ കളഞ്ഞോട്ടെ. അല്ലാതെ പിന്നെയും ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു ക്രിമിനലായിട്ട് നടക്കും. മറ്റുള്ളവരെ കാണുമ്പം അവർക്ക് ഫണ്ട് കിട്ടാത്ത ഇവർക്ക് കിട്ടുന്ന കാണുമ്പോൾ അവർക്ക് ചൊറിച്ചിലാവും. അങ്ങനെ കുറേ നമ്മൾ പറയത്തില്ല, ചിലവർക്കൊക്കെ ഈ എന്താ പറഞ്ഞാൽ ഈ നമ്മളൊരു വേർഡ് പറയത്തില്ല, എന്താ ആ വേർഡ് നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത വേർഡില്ല, തമ്മിലായിട്ട് കൊടുത്തത്, പക്ഷേ ഞാൻ മറന്നുപോയി. അയ്യോ, നമ്മൾ ലാസ്റ്റ് ടൈം കൊടുത്തില്ലേ ഈ എന്താ, അയ്യോ ഞാൻ പേര് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിക്കാണും. അതായത് ഈ ഒരു ചൊറിച്ചിൽ വരും ചിലവർക്ക്, ഈ അവർക്ക് അവരുടെ നല്ല സമയത്ത് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല, മറ്റുള്ളവർ ഇത് ആസ്വദിക്കുന്ന ചിലവർക്ക് ചൊറിച്ചിൽ വരും. അങ്ങനെ ചൊറിച്ചിൽ വരുന്നവർ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ കടിയുള്ളവർക്ക് ഈ ഒരു ഇങ്ങനത്തെ പ്രോസ്റ്റിറ്റ്യൂഷനോ അങ്ങനത്തെ സെൻ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി അവരുടെ പ്രശ്നങ്ങൾ തീർക്കാം. സോ ആർക്കും പ്രശ്നമില്ല, അത് നല്ല കാര്യം. അതിന് നമ്മളൊന്നും പറഞ്ഞില്ല. ഒരാളെ ഫോഴ്സ് ചെയ്ത് അതിനകത്തേക്ക് കൊണ്ടുപോകുമ്പോഴോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അതൊരു തെറ്റായിട്ട് വരുന്നത്. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്കിതിനകത്ത് തെറ്റായിട്ട് തോന്നുന്നൊരു കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ വന്നത് ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലാണ്. ഇന്നത്തെ ജനറേഷൻ, ഞാൻ പറയട്ടെ, ഇപ്പം ഇന്നത്തെ ജനറേഷനിൽ മൊബൈൽ യൂസ് ചെയ്യാത്ത ഒരു കുട്ടികൾ പോലുമില്ല. ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന പയ്യനോ കൊച്ചോ പെൺകൊച്ചോ ആൺകൊച്ചോ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യും. എത്രത്തോളം ഫാദേഴ്സും മദേഴ്സും അല്ലെങ്കിൽ പേരൻസ് അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവരെല്ലാം മൊബൈൽ യൂസ് ചെയ്യും ഉറപ്പായിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇത് ഇപ്പോൾ ഈ ചാനലിൽ തലേ ദിവസം വല്ല മോഹൻലാലിനെ മമ്മൂട്ടിയെ വെച്ച ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു വെച്ചോ, ഓട്ടോമാറ്റിക്കലി കൊച്ചു ഒരു നല്ല സിനിമ പ്രേമിയായിട്ടുള്ള ഒരു കൊച്ച് 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് കണ്ടു, മോഹൻലാലിൻ്റെ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണല്ലോ, ചുമ്മാ രസത്തിന് മോഹൻലാലിനെ കണ്ട ഇത് അയാൾ കയറിയ ഇൻ്റർവ്യൂ ആണ്. നാളെ വരുമ്പം ഈ ഇൻ്റർവ്യൂ നടത്തിയ ആൾ തന്നെ എനിക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ ഇൻ്റർവ്യൂ നടത്തുന്നത്. ഓട്ടോമാറ്റിക് ഇത് ഇന്നലെ മോഹൻലാലിൻ്റെ അടുത്തുണ്ടായ ചേട്ടനല്ലേ, ആ പിള്ളേർ ഇന്ന് കാണാൻ ചാൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സെക്സ് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്ത പിള്ളേരിലേക്ക് ഇത് ചെല്ലുന്നു. പിള്ളേർ ഇതെന്താണ് സംഭവം, പിള്ളേർ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കുന്നു. അങ്ങനെ ആ പ്രായത്തെ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആ പ്രായത്തെ അവർക്ക് ക്യൂരിയോസിറ്റി ആണ് അറിയാൻ നോക്കുന്നു. ചിലപ്പോൾ അവർ ഡൈവേർട്ടായി പല കാര്യത്തിലേക്കും പോകേണ്ട വരും, സാധ്യത വരും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പോലത്തെ ഇങ്ങനത്തെ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് പിള്ളേരെ അഫക്റ്റ് ചെയ്യാൻ ഇതാണ്. അല്ലാതെ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് പേഴ്സണലി, ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, എനിക്ക് പേഴ്സണലി ഇങ്ങനെ ചെയ്യുന്നവർ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. ചെയ്യുന്നവർ ചെയ്തോട്ടെ, ബാക്കിയുള്ളവർക്ക് അത് പ്രശ്നമില്ലല്ലോ, അവരാരും ഉപദ്രവിക്കാൻ വരുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞ തായ്ലൻഡ് കേസ്, നമ്മളിവിടെയൊക്കെ ഞാനൊരു ഇതായിട്ട് കണ്ടു. അതായത് നമ്മളിവിടെയൊക്കെ ഇപ്പോൾ സൗത്തിലോ, നമ്മുടെ എറണാകുളം സൗത്തിലോ അല്ലെങ്കിൽ പാലാരിവട്ടത്തൊക്കെ ഒരു ടൈം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട്, ഇങ്ങനെ നിൽക്കും. പക്ഷേ സാധാരണ ആൾക്കാർ ജസ്റ്റ് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ അവർ ഇവരെ നോക്കുന്ന രീതിയുണ്ട്. അതായത് ഇതൊക്കെ വന്ന് നിൽക്കുക ഇവിടെ, ആ ഒരു റേഞ്ച്. നമ്മൾ തായ്ലാൻഡിൽ പോകുമ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവരെ പ്രൊഫഷനാണ്, അവർ ചെയ്യുന്നു. തായ്ലാൻഡിൽ പോയപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇഷ്ടം പോലെ. നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ വഴിയരികിലൊക്കെ ഇങ്ങനെ ഓരോന്ന് വന്ന് നിൽപ്പുണ്ട്. പക്ഷെ മലയാളികളാണ് ഇങ്ങനെ നോക്കുന്നത്. പക്ഷേ അവിടെ ഉള്ള ആൾക്കാർ, തായ്ലാൻഡിലുള്ള തായ്ലാൻഡ് പീപ്പിൾസ്, അവര് മറ്റൊരു കണ്ണിലായിട്ടല്ല നോക്കുന്നത്. ജസ്റ്റ് അവർ കൺസിഡർ ചെയ്യുന്ന, അവർ വേറെ ജോലി ചെയ്യുന്നവർ, ഇവർക്ക് ആവശ്യമുണ്ട് അവർ യൂസ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ അവർ മൈൻഡ് ചെയ്യാതെ പോകുന്നു, അത്രേ ഉള്ളൂ. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഇവിടെ ഉള്ള ചില ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ, എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് മെയിൻലി ട്രാൻസ്ജെൻഡേഴ്സ് ആണ് പ്രശ്നം. അവരിങ്ങോട്ട് ഇടിച്ചു കയറാനും അങ്ങനത്തെ ചിലവർ ചെയ്യുന്നുണ്ട്, ചിലയിടത്ത്, എല്ലായിടത്തും ഇല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന വിഷയം ഉണ്ടാകുന്ന സംഭവം സ്വാഭാവികമായിട്ടുള്ള കാര്യം. അല്ലാത്ത പക്ഷം അവർ പ്രശ്നമില്ലാതെ അവരിങ്ങനെ വഴിയരികെ നിൽക്കുമ്പോൾ നമ്മളവരെ മറ്റൊരു കണ്ണിൽ നോക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ ചിലവർക്ക് ഇതൊരു ഭയങ്കര പാപമായിട്ടായിരിക്കും തോന്നുന്നത്. ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ കാര്യം ചിലവർക്ക് നല്ല പാപമായിട്ട് തോന്നും. അത് മാറ്റണമെന്ന് ഞാൻ പറയാം. അത് ഏതൊരിക്കലും ഒരാളെ നമ്മളെന്താ നിർബന്ധിച്ച് മാറ്റാൻ പറ്റില്ല. ഓരോരുത്തരുടെ ചിന്താഗതി ഡിഫറൻസ് ആയിരിക്കും. ഇപ്പം എൻ്റെ ചിന്താഗതിയല്ല എനിക്ക് ഇവളുടെ ചിന്താഗതിയല്ല എനിക്ക്, അത് ചിന്താഗതി ഡിഫറൻസ്. ഇതൊന്നും ഞാനൊരിക്കലും പറഞ്ഞില്ല. നിങ്ങൾ ഇതിനെ നോർമലൈസ് ചെയ്ത് കാണണമെന്ന് ഞാൻ ഒരിക്കലും അഭിപ്രായപ്പെടുത്തില്ല. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, പക്ഷെ ഉപദ്രവിക്കാൻ പോകാതിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടികളൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോലെ അവർക്ക് തോന്നുന്ന ഒരു രീതിയിലാണ്. കാരണം പുള്ളി പറയുന്നുണ്ട് 70 പേരുടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ സെലിബ്രിറ്റീസ്, അതായത് പുള്ളിനെ അങ്ങോട്ട് കണക്ട് ചെയ്യാറുണ്ട്. ആദ്യം പുള്ളി മറ്റേ ജട്ടി പരസ്യത്തിനെങ്ങാണ്ടായിരുന്നു, അങ്ങനെയാണ് മറ്റേ പോൺ വീഡിയോസിൽ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ പോൺ കണ്ടിട്ട് സെലിബ്രിറ്റീസ് ഒക്കെ പുള്ളിക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ആ സെലിബ്രിറ്റീസിൻ്റെ കൂടെ പോവും. 70 പേരുടെ കൂടെ പോയിട്ടുണ്ട്. നല്ല ഒരു മന്ത്ലി ഒരു 2 ലക്ഷം രൂപയോളം കിട്ടും. ചിലപ്പോൾ ഒരാളുടെ കൂടെ പോകുമ്പോൾ 50 ലക്ഷം ഒക്കെയാണ് അവർക്ക്, ഒരു 20 ലക്ഷം തൊട്ട് 50 ലക്ഷം വരെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ പറയാണ്. അപ്പം
കൂടുതൽ നമ്മളെപ്പോലുള്ളവർക്ക് അറിയാം ശരി ഏതാണ് തെറ്റേതാണ് അങ്ങനെയൊക്കെ. അപ്പോൾ കുട്ടികളെന്ന് പറയുമ്പം എന്താ പറയുക, ഒരു 18-17 വയസ്സുള്ള തിളച്ച് നിൽക്കുന്നവരൊക്കെയാണ് ഇങ്ങനെ പൈസ 17-18 എനിക്ക് തോന്നുന്നു ആ ഒരു പ്രായമാണെങ്കിലും ഓക്കെ, അവർക്ക് അത്യാവശ്യം ഒരു എന്താണ് ശരി തെറ്റെന്ന് അറിയാനുള്ള ഒരു പക്വത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ തീരെ ചെറിയ പിള്ളേർ, ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിമാരൊക്കെയാണ്, അവരൊക്കെ ഇപ്പം അനിയത്തി 10ലും പിന്നെ 7ലും ഒക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അതിനും മുമ്പ് തൊട്ട് അവരൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നത്, കാരണം നമ്മൾ യൂസ് ചെയ്യാതെ പറ്റില്ല. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും പരിപാടിയൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം ചെയ്യും. നമ്മുടെ പിള്ളേർ, നമ്മളൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ ഒരിക്കലും പറയാം നിങ്ങളും 10 കഴിഞ്ഞാൽ അതിന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ നടക്കില്ല. കാരണം മൊബൈൽ ഫോൺസ് ഒന്നും ഇല്ല ഇന്നത്തെ കാലത്ത്. ഒരു ലിമിറ്റ് വരെ നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് മോണിറ്റർ ചെയ്യുന്നതൊക്കെ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്താലും നമ്മുടെ പേരൻസിനെ ഇപ്പം ഓരോ പ്രശ്നം വരും, നമ്മൾ നൈസായിട്ട് അവർ അറിയാതെ എന്തൊക്കെ ഒടിവിദ്യകൾ ചെയ്യും. ഒടിവിദ്യ അല്ല, നൈസായിട്ട് കുറുക്ക് വിദ്യകൾ ചെയ്ത് അവരെ കണ്ടുപിടിക്കായിരിക്കും നമ്മൾ ഹൈഡ് ചെയ്യും, ഇത് ചെയ്യും, അതെല്ലാം ചെയ്യും. ഈ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ അവർ, അപ്പം ഇതിനേക്കാളും ട്രിക്സ് ആൻഡ് പരിപാടി അവർക്കറിയാം. സോ എന്തായാലും അവർ ഇതെല്ലാം കാണും. സോ അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർക്ക് അറിയത്തുമില്ലാത്തൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കണ്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ചിലപ്പോൾ പല കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യത കൂടുതല. സോ അതൊരു തെറ്റായ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. തെറ്റല്ല, അതൊരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. സോ ഇതുപോലുള്ള ചാനലിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് തോന്നി. അല്ലാതെ എനിക്കിപ്പം ചാനൽ ചർച്ച കുറേ പേര് ഇതിനടുത്ത് റിയാക്ട് ചെയ്യുന്ന പകുതി എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നില്ല. കാരണം ചിലർ ഭയങ്കര ഓവർ റോസ്റ്റിംഗ്, സെലിബ്രിറ്റീസ് അവനെ വിളിച്ചു, പിന്നെ അവർക്കൊക്കെ എന്താ ഇത്ര മൂത്ത് കിടക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നറിയോ, അതൊന്നും എനിക്ക് വലിയ ഇതായിട്ട് തോന്നില്ല. കാരണം ഈ ഒരു പ്രൊഫഷൻ ഞാൻ പറഞ്ഞു, അത് വ്യക്തിപരമായ അയാൾക്ക് വ്യക്തിപരമായി, അതെ, അതിന് എന്ത് പ്രൊഫഷൻ ആൾക്കാർ എന്ത് പ്രൊഫഷൻ അത് അയാളുടെ ഇതിന് സ്വീകരിച്ചു, അയാൾക്ക് അതാണ് ഇഷ്ടം, അയാളെ സ്വീകരിച്ചു. അയാൾ ആരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, അയാളെ ഇങ്ങോട്ട് വിളിച്ച് ആൾക്കാരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾക്ക് കൊണ്ടുപോകുന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് അതിനകത്ത് എന്ത് ബുദ്ധിമുട്ടാണെന്നുള്ള, ഇപ്പം നമുക്ക് യാതൊരു വിധത്തിലുള്ള നമ്മളെ അയാൾ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല, നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല, അയാളെ അങ്ങോട്ട് വിളിച്ച് ആൾക്കാർ കൊണ്ടുവന്നു. അപ്പോൾ അതിന് ഒന്നും ഇത്ര കളിയാക്കേണ്ട ആവശ്യമില്ല. അങ്ങേർക്ക് പ്രശ്നമില്ല, വിളിക്കുന്നവർക്കും പ്രശ്നമില്ല, പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു കാര്യം നടന്നപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യം ഇങ്ങനെ പറയണമെന്ന് തോന്നി. സോ ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ഞങ്ങൾക്ക് അറിയാം, ആഗ്രഹമുണ്ട്. എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്തു, നമുക്ക് ആ കമന്റിലുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. സോ ഞങ്ങൾക്കപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങൾ ഓഡിയോ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. സോ ഞങ്ങൾ ഈ ഒരു സബ്ജക്ട്, അതെ, ഈ ഒരു കണ്ടന്റ് വൈസ് ഞങ്ങൾ പോകാൻ കുറച്ച് നാളത്തേക്ക് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതെ, ഞങ്ങൾ എപ്പോഴും നമുക്കൊരു ഹെൽത്തി ഒരു ടോക്കിലേക്ക് പോകാം. നിങ്ങൾ കമന്റ് ആണെങ്കിൽ എല്ലാവരും അറിയണ്ടേ, നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം, വ്യക്തിപരമായ ഇത് നിങ്ങൾ ഇട്ടോളൂ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു മാന്യമായ സഭ്യമായ ഭാഷയിൽ നിങ്ങളത് പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ കമന്റ് ഇടാൻ പറ്റത്തോ ഉള്ളതെന്ന് നിർബന്ധമാണെങ്കിൽ ഇട്ടോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെല്ലാം വായിക്കും. പിന്നെ അതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം ഒരു ഹെൽത്തി രീതിയിൽ അറിയിക്കുക ഞങ്ങളെ. എന്തായാലും ഈ ഒരു വഴി നോക്കട്ടെ. അതെ അതെ. അപ്പൊ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഇറ്റ്സ് മീ അഭിജിത്ത്, ദിസ് ഇസ് ചഞ്ചൽ ആൻഡ് വി ആർ സൈനിങ് ഓഫ്. ബൈ.